ക്യാപ്സ്യൂൾ കിട്ടിയാൽ അണ്ണാക്ക് തൊടാണ്ട് ഇടലാണല്ലോ. ഉടൻ ശരി. എന്താണ് കാനഡയിൽ കമ്പനി തുടങ്ങിയാൽ $50 ഉള്ളവർക്ക് കാനഡയിൽ കമ്പനി തുടങ്ങിക്കൂടെ? $100 ഉള്ളവർക്ക് അമേരിക്കയിൽ കമ്പനി തുടങ്ങിക്കൂടെ? തുടങ്ങാം, ഒരാക്ഷേപമില്ല സഖാവേ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതേതെങ്കിലും ഒരു കമ്പനിയുടെ അനുബന്ധ കമ്പനിയാവണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ എക്സാലോജിക്കിന്റെ സബ്സിഡറി കമ്പനിയായിട്ടല്ല നിങ്ങൾ ഈ കമ്പനി തുടങ്ങിയത്. നിങ്ങൾ എക്സാലോജിക്കിന്റെ സബ്സിഡറി കമ്പനി ആയിട്ടല്ല തുടങ്ങിയത്. പിന്നെയോ സ്വന്തം സോഴ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അയാൾ ഇന്ത്യൻ റെസിഡൻസി ആണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ ഇന്ത്യൻ റെസിഡൻസി ആണെങ്കിൽ LRS വഴിയേ കഴിയൂ. അത് മാത്രമല്ല, ടാക്സ് റിട്ടേൺസ് നിങ്ങൾ ഡിക്ലയർ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടുണ്ടോ വീണ? ടാക്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഒരു ഇന്ത്യൻ റെസിഡൻസ് ആണ് വീണ എന്ന നിലക്കാണോ നിങ്ങൾ LRS അനുസരിച്ച് കമ്പനികൾ രജിസ്റ്റർ ചെയ്തത്? അങ്ങനെയാണോ? അല്ലല്ലോ. നിങ്ങൾ ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ. ഇവിടുത്തെ സൈബർ സഖാക്കൾ പറഞ്ഞ പോലെ $50 കൊണ്ടാണ് നിങ്ങൾ കമ്പനി തുടങ്ങിയത് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിലോ ആ കമ്പനിയുടെ അന്താരാഷ്ട്ര പേരെന്താണെന്നറിയങ്ങള്? കടലാസ് കമ്പനി എന്നാണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾ ആ കമ്പനിക്ക് ക്ഷമ ആക്ട് അനുസരിച്ചിട്ട് പറയുന്ന പേര് എന്താണ്? ഷെൽ കമ്പനി എന്നാണ്. ഷെൽ കമ്പനി നിങ്ങൾക്കൊക്കെ അറിയാം. ആരും മറന്നുപോയിട്ടില്ലാത്തൊരു വാർത്ത ഞാൻ പറയാം. ഈ അടുത്ത കാലത്ത് അദാനിക്കെതിരെ വന്നിട്ടുള്ള ഹിൻഡൻബർഗിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഫൈൻഡിങ്സ് എന്തായിരുന്നു, റിപ്പോർട്ട് എന്തായിരുന്നു ഹിൻഡൻബർഗ് പറഞ്ഞത്? ഇതുപോലെയുള്ള $50, $100 ഷെൽ കമ്പനികൾ അദാനി ലോകത്ത് പലയിടത്തും നടത്തിയിട്ടാണ് അവർ ഓപ്പറേഷൻ നടത്തുന്നത്. അങ്ങനല്ല പറഞ്ഞത്? അവരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് പറഞ്ഞത് ആരാണ്? ഹിൻഡൻബർഗാണ്. ഇത് പറഞ്ഞ ഉടനെ ഈ ഷെൽ കമ്പനിക്കെതിരെ ശബ്ദമുണ്ടാക്കിയത് സഖാവ് പിണറായി വിജയന്റെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ ആണല്ലോ. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള കടലാസ് ഷെൽ കമ്പനികൾ ഉണ്ടാക്കുന്ന വീണയെ അതാണ് വീണ എന്ന് നിങ്ങൾ പറയുമോ? എന്ന് ഞാൻ ചോദിക്കുന്നത്, ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കള്ളന്മാരല്ലെങ്കിൽ എന്തിനാണ് വെബ്സൈറ്റിനകത്ത് നിന്ന് നിങ്ങൾ തിരുത്തി പേര് മാറ്റിയത്? എന്ത് പാർട്ടിയാണ് സഖാവേ നിങ്ങൾ ജീവിക്കുന്നതിന്റെ? ഈ ആധുനിക കാലത്തെ ഒന്ന് വിലയിരുത്ത്. അസംബന്ധമാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്ക്. ഇതൊക്കെ അറിയുന്ന തലമുറയിലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നു എന്ന് വിചാരിക്കും. പഴയ കള്ളത്തരല്ല, പൂച്ച കണ്ണടച്ചിട്ട് പാല് കുടിച്ചാൽ നാട്ടുകാർ കാണില്ല എന്ന പൂച്ചയുടെ ബോധമല്ല, മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ CPM പാർട്ടിയുടെ ഒരു പൊതു അവസ്ഥയാണ്. ഇതൊക്കെ കക്കുക, നക്കുക, മുക്കുക, കൊല്ലുക, ഈ പരിപാടി മാത്രമേ ഉള്ളൂ. കടുത്ത അഴിമതി, കടുത്ത അരാജകത്വം, കടുത്ത കൊലപാതകം എല്ലാം നാദാപുരത്തൊക്കെ വീടുകളിൽ, തളിപ്പറമ്പിലെ വീടുകളിലൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ള കൊള്ളകൾ പാർട്ടി പ്രവർത്തകന്മാർ. അങ്ങനെ ആയിരുന്നില്ല നിങ്ങളുടെ പാർട്ടി. മനസ്സിലാക്കണം. P. ജയരാജൻ, അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ഗുണ്ടാ രാഷ്ട്രീയം EMSന്റെ കയ്യിൽ നിന്ന്, VSന്റെ കയ്യിൽ നിന്ന്, നായനാരുടെ കയ്യിൽ നിന്ന് മനുഷ്യത്വം മരവിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വം ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടെ കള്ളന്മാരുടെ, അഴിമതിയുടെ, കൊലപാതകത്തിന്റെ രാഷ്ട്രീയമായി മാറി. എന്റെ അതിശയം, ഇപ്പോഴും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലക്ക് എന്റെ അതിശയം ഇപ്പോഴും, എങ്ങനെയാണ് ഈ കേരളം പോലെ നല്ല സമാധാനമുള്ള സോഷ്യലിസ്റ്റുവാദികളായിട്ടുള്ള, മതേതരവാദികളായിട്ടുള്ള, അക്ഷര സമ്പന്നരായ മലയാളി എങ്ങനെയാണ് പിണറായി വിജയനെ പോലെ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തത് എന്നതാണ്. അപ്പോൾ എനിക്ക് ആശ്വാസമുള്ള ഒരു കാര്യം, ഇന്ത്യ തെരഞ്ഞെടുത്തത് നരേന്ദ്രമോദിനാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. സത്യത്തില് എങ്ങനെയാണ് ഈ മനുഷ്യനെ തെരഞ്ഞെടുത്തത്? ഈ രാജ്യം, ഈ സ്റ്റേറ്റ് ഇത്തരത്തിൽ അക്രമം നടത്തുന്ന, ഇത്തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന എത്ര പേർ? TP കൊല്ലപ്പെട്ടപ്പോ ഷുക്കൂർ, ശരത്ലാൽ, കൃപേഷ്, അസ്ലം, അങ്ങനെ ഷുഐബ്, എത്ര ആളുകൾ, എത്ര പേർ. ഞാൻ കണ്ണൂരിലെ 10 കൊല്ലം MLA ആയി പലതും കണ്ണിൽ നേർക്കുനേരെ കണ്ട് അനുഭവിച്ച ഒരാളാണ്. ചന്ദ്രശേഖരന്റെ കേസിലെ വിധി വരുന്നു. വന്ന വിധിയുടെ ആഴം നിങ്ങൾ പരിശോധിച്ചു നോക്ക്. എത്ര ഭീകരമാണത്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത്, സഖാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഭരിക്കുന്ന സമയത്ത്, ഈ സമയത്താണ് ആ കേസിന്റെ വിടുതൽ ഹർജിയുമായി ഈ പ്രതികൾ പോകുന്നത്. സ്വാഭാവികം. കാരണം എന്തെന്നറിയോ? ഇവരെല്ലാ സാക്ഷികളെയും, അതിന്റെ പ്രോസിക്യൂഷൻ പറയുന്ന അതിശയമുള്ള കാര്യമുണ്ട്. എന്തെന്നാൽ കോടതി മുറിയിൽ ജഡ്ജിന്റെ മുമ്പിൽ അതീവ രഹസ്യമായി അവർ കൊടുത്ത മൊഴികൾ, ആ മൊഴികൾ കൊടുത്ത ആളുകൾ കോടതിയിൽ വന്നിട്ട് പറയാൻ,
അങ്ങനെ കൊടുത്തിരുന്നു. ആരുടെയെങ്കിലും പ്രേരണ ഉണ്ടായിരുന്നോ? ഇല്ല. എഴുതിയാണോ ഒപ്പിട്ടത്? അതെ. എന്നിട്ട് ചോദിച്ചാൽ മാറ്റി പറയുക. എത്ര സാക്ഷികൾ കൂറുമാറി? നിങ്ങൾ ഭയപ്പെടുത്തി കൂറുമാറ്റി. കാരണം എന്തെന്നറിയുമോ? അതിലെ ഓരോരുത്തരും ഷാഫി അടക്കമുള്ള മഹാക്രിമിനലുകൾ അവർ ജയിലിൽ നിന്ന് കൊട്ടേഷൻ കൊടുത്ത് ഈ കൊണ്ടോട്ടിയിലെ കരിപ്പൂരിൽ അവിടെ ഇറങ്ങുന്ന അന്യായമായി അവിടെ ഇറങ്ങിയിരുന്ന സ്വർണ്ണക്കടത്തുകളിൽ വരെ ബന്ധമുണ്ടായിരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ഈ കൊലയാളികളായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അത്രയേറെ സ്വാതന്ത്ര്യം ജയിലിനകത്തിരുന്ന് പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ കൊള്ളപ്പണം ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരന്റെ കുറ്റവാളികൾ ഉണ്ടാക്കി. വലിയ സ്വാധീനം, വലിയ ഗുണ്ടാവിളയാട്ടം. നിങ്ങൾ അറിയേണ്ടത്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും വിളിച്ച് കൊട്ടേഷൻ ഉറപ്പിക്കുക അകത്ത് നിന്ന്. എന്നിട്ട് ഷാഫിയുടെയും കൂട്ടാളികളുടെയും കൊട്ടേഷൻ പറഞ്ഞ സമയത്ത് അത് നടത്തി കൊടുക്കുക. ഇത്തരത്തിൽ ഭീകരമായി ഈ ആളുകളെ വിട്ടാൽ സാക്ഷികൾ ഭയപ്പെടില്ലേ? ഞാൻ ഒരു കാര്യം പറയുന്നു, ഈ കൊലപാതകം, ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം, ഷുക്കൂറിന്റെ കൊലപാതകം കേരള രാഷ്ട്രീയത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ 2 കൊലപാതകങ്ങളാണ് ഉറപ്പായിട്ടും. കാരണം എനിക്കറിയാം കണ്ണൂരിലെ രാഷ്ട്രീയത്തിന് വലിയ മാറ്റം വന്നത്. കാരണം ആദ്യം കൊല്ലപ്പെടുന്നത് ഷുക്കൂറാണ് കൊല്ലപ്പെടുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഷുക്കൂർ കൊല്ലപ്പെടുമ്പോ ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അത് മാത്രമല്ല, ഞാൻ കണ്ണൂരിലെ MLA-യുമാണ്. ഷുക്കൂറിനെ കൊല്ലുന്ന ഒരു സമയമുണ്ട്. ആ കൊല്ലുന്ന സമയം എന്താണെന്നറിയുമോ? അതിശയൊന്നും നിങ്ങൾക്ക് വേണ്ട, ചരിത്രത്തെ നിങ്ങൾ മറന്നു പോകരുതെന്ന് കരുതി ഞാൻ പറയാം. പി ജയരാജന്റെ വണ്ടി തടഞ്ഞു. അതെങ്ങനെയാ തടഞ്ഞ കാര്യം എന്നറിയങ്ങള്? വഴിവക്കിലൊരു വണ്ടി അനാവശ്യ സ്ഥലത്ത് നിർത്തിയിട്ട് ആ വണ്ടിയിൽ നിന്ന് എന്തൊക്കെയോ ബഹളം കേട്ട് കുട്ടികൾ പോയി ചോദിച്ചതാണ്. ജയരാജനാണ് എന്നറിഞ്ഞവർ തിരിഞ്ഞുപോയി. ആ കൂട്ടത്തിൽ ഷുക്കൂറില്ല. എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് ഷുക്കൂർ എന്ന് പറയുന്ന 19 വയസ്സുകാരൻ, ഒരു പിഞ്ചുവാരൻ അവിടെ നിൽക്കുന്നത്, എത്രയോ ദൂരെ. എന്നിട്ട് ഈ ജയരാജന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഷുക്കൂറിനെ കൊന്നു, വണ്ടി തടഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അസാധ്യമായ ഒന്നല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കണ്ണൂർ വഴി കടന്നു പോകുമ്പോ കരിങ്കൊടി ഒന്ന് കാണിച്ച ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ ഇത്ര വിഷ്വൽ കമ്മ്യൂണിറ്റിയിൽ, ഇത്ര വിസിബിലിറ്റി ഉള്ള പുതിയ ലോകത്ത് 2023 അയാളെ എല്ലാവരും നോക്കുമെന്നറിഞ്ഞിട്ടും ആക്രമിച്ച ഒരു രീതി നിങ്ങൾ കണ്ടതല്ലേ? ഇത്ര വിസിബിലിറ്റി ഇല്ലാത്ത ഒരു കാലത്ത് ഷുക്കൂറിനെ ഇതേ രൂപത്തിലാണ് കൊന്നത്. ഒരു വയലിന്റെ നടുവിൽ വെച്ച്. ഷുക്കൂറില്ല ആ ജയരാജനെ തടഞ്ഞ സംഭവത്തിൽ. തടഞ്ഞതല്ല, എന്നാലും ആ ഇൻസിഡന്റിൽ ആ കുട്ടിയില്ല. അതിന്റെ പേരിൽ പരസ്യമായി വിചാരണ നടത്തി ആ കുട്ടിയുടെ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുത്ത്, ജയരാജനും രാജേഷിനും അയച്ചു കൊടുത്ത് ഈ കുട്ടിയാണെന്ന് ഉറപ്പുവരുത്തി, തെറ്റിദ്ധരിച്ചതായിരുന്നു, ഉറപ്പുവരുത്തി കൊല്ലാൻ ആഹ്വാനം കൊടുത്ത് ആ കണ്ണൂരിന്റെ വയൽപ്പരമ്പിൽ വെച്ച് അവരെ ഇട്ട് കൊലപ്പെടുത്തി. അവരെ ഇട്ട് കൊന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കണ്ണൂരിൽ ചെന്നിറങ്ങുമ്പോ നേതാക്കന്മാരിൽ പലരും എന്നോട് പറഞ്ഞു, കണ്ണൂരിലെ സൂക്ഷിക്കണേ, അങ്ങോട്ട് പോകുമ്പോ സൂക്ഷിക്കണം, പോകുന്ന വഴികൾ മുഴുവൻ CPM-ന്റെ കേന്ദ്രങ്ങളാണ്. ഞാൻ എന്റെ 2-3 കൂട്ടുകാരെയും കൂട്ടി ഞാൻ വണ്ടിയിൽ പോയി ആ ഷുക്കൂറിന്റെ വീട്ടിലേക്ക്. ഷുക്കൂറിന്റെ മയ്യത്ത് ഞങ്ങൾ എടുത്ത് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. ഖബറിൽ ഷുക്കൂറിന്റെ മയ്യത്ത് ഇറങ്ങി. അതിന്റെ മുകളിലേക്ക് അവസാനം അനുജനോടൊരു യാത്ര പറയാൻ കയ്യിൽ മണ്ണെടുത്ത് ഞങ്ങളിങ്ങനെ ഖബറിന്റെ പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആർപ്പ് വിളികൾ കേൾക്കുന്നത്. കരഞ്ഞു വിളിക്കുകയാണ് സ്ത്രീകൾ. ഞങ്ങൾ തിരിഞ്ഞോടി. ഞങ്ങൾ കുറെ ആളുകൾ ചെന്ന് നോക്കുമ്പോ ആ പൊന്നുമോന്റെ ഉമ്മ, ആത്തിക്ക ഉമ്മ കിടക്കുന്ന വീട് ഈ കാപാലികന്മാരായ CPM-കാർ ആക്രമിക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. നോർത്ത് ഇന്ത്യയിലെ കഥ പറഞ്ഞാൽ പോരാ സഖാവേ, ഈ കേരളത്തിലെ കഥ നിങ്ങൾ പറയൂ. കേരളത്തിലെ കഥ പറയും. ഞാൻ സാക്ഷിയാണ്, കണ്ടുകൊണ്ട് കണ്ട സാക്ഷി. അറിയുമോ നിങ്ങൾ? വീട് ആക്രമിക്കുകയാണ്. ഞങ്ങൾ അവരെ തിരിച്ചോടിച്ചു. മയ്യത്ത് കബറടക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞാൻ തിരിച്ചുപോയി. ഷുക്കൂറിന്റെ വീട് കഴിഞ്ഞ് ഇത്തിരി മുമ്പോട്ട് പോയി. ഇപ്പോഴും എന്റെ കണ്ണിൽ ആ സീനുണ്ട്. ഞാനിങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഒരു കുന്നിൻ പ്രദേശം, ആ കുന്നിന്റെ മുകളിലേക്ക് നോക്കുന്ന നിമിഷം കാണുന്നത് മുഖം പൂർണ്ണമായി മറച്ചു കെട്ടി കുറെ ആളുകൾ അവിടെ മുകളിൽ നിൽക്കുന്നു. ഷുക്കൂറിന്റെ വീട്ടിൽ നിന്ന് ഇത്തിരി കിലോമീറ്റർ അധികം പോയിട്ടില്ല, 1-1.5 കിലോമീറ്റർ.
പെട്ടെന്ന് കല്ലുകളും ബോംബുകളും വന്ന് വീടുകയാണ്. എന്റെ വണ്ടിയുടെ പിറകിൽ വന്ന് ബോംബ് പൊട്ടി. അവിടെ വല്ലാത്ത ഭയപ്പാടുകൾ ഉണ്ടായി. എല്ലാവരും വലിയ ബഹളം ഉണ്ടാക്കുകയാണ്. ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞു, എടുക്കാൻ പറ്റണില്ല. അദ്ദേഹത്തെ പിടിച്ചു വലിച്ച് ബാക്കിലേക്ക് ഇട്ട് ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾ മുമ്പോട്ട് പോയി. ഒരുപാട് ദൂരെ പോയി. SP ഉടനെ തന്നെ അന്ന് വളരെ പെട്ടെന്ന് SP വന്ന് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി ഒരു സ്ഥലത്തേക്ക്. ഞങ്ങൾ അങ്ങനെ പോവാൻ ബക്കളം എന്ന് പറയുന്ന സ്ഥലം നാഷണൽ ഹൈവേയിൽ. ബക്കളം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ താഴെ കൂടെ പോകും, ഇത്തിരി മുകളിലാണ്. പെട്ടെന്ന് വണ്ടിയുടെ മുകളിലേക്ക് എറിഞ്ഞ ബോംബ് പുറത്തുപോയി പൊട്ടാണ് നാഷണൽ ഹൈവേയിൽ. ഇത് പോലീസ് റെക്കോർഡാണ്. അറിയുമോ നിങ്ങൾക്ക്? അവിടെ നിന്ന് ഞങ്ങൾ ഓടിച്ച് കണ്ണൂരിലേക്ക് എത്തിയ സമയമോ ആ സമയത്തെടുത്ത കൂടെ ഉണ്ടായിരുന്നവരുടെ ഭയപ്പാടുകളോ വണ്ടിയുടെ പരുക്കോ പറഞ്ഞാൽ പോലും തീർക്കാനാവാത്തത്. ആ ഒരു ദിവസം ഒരു പിഞ്ചു പൈതലിനെ കൊന്നിട്ട് ആ മയ്യത്ത് കബറിലിറക്കുമ്പോ ആ വീട് ആക്രമിച്ച പരമ രാഷ്ട്രീയത്തിലെ തെണ്ടികളാണ് ഈ പറയുന്ന ആളുകൾ. അറിയുമോ നിങ്ങൾ? എന്നിട്ടാണ് ഈ ഗീർവാണ പ്രസംഗങ്ങൾ ഇവർ നടത്തുന്നത്. ഞാനന്ന് MLA ആണ്. ഞാനന്ന് കണ്ണൂരിൽ പത്രസമ്മേളനം നടത്തി ഞാനന്ന് പറഞ്ഞു, ഷുക്കൂർ മരിച്ചത്, ഷുക്കൂറിന്റെ കേസ് CBI അന്വേഷിക്കണം. പലരും ചോദിച്ചു അന്ന്, എന്ത് അബദ്ധമാണ് MLA നിങ്ങൾ പറയുന്നത്? അങ്ങനെ വരുമോ CBIക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഒരുപാട് സമയം ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, അന്ന് കോടതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് പോലീസ് P. ജയരാജനെതിരെ ഇട്ട കേസ് 118 എന്ന് പറയുന്ന ദുർബലമായ കേസാണ്. ഞങ്ങൾ അന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് കൊന്നവനെയല്ല, കൊന്നവനെ വിട്ടേക്ക്, കൊല്ലാൻ ഉപയോഗിക്കുന്നത് വെട്ടിയ കത്തിയാണ്, അല്ലെങ്കിൽ എന്താണ് എറിയുന്ന ബോംബാണ്. അത് ഇൻസ്ട്രുമെന്റ് ആണ്, ഉപകരണമാണ്. അതുപോലെ ഉപകരണമാണ് ആ കൊലപാതകികളായ രാഷ്ട്രീയക്കാരും എന്താണ് പാർട്ടി പ്രവർത്തകരും. പക്ഷേ കൊല്ലാൻ പറഞ്ഞവനുണ്ടല്ലോ അവനെ വിടരുത്, കൊന്നവനെയല്ല. ആ മുദ്രാവാക്യം മുസ്ലിം യൂത്ത് ലീഗ് അന്ന് വിളിക്കുന്നത് അവിടെ വെച്ചാണ്. കൊല്ലിച്ചവനെ വേണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കേസുമായി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോ ആത്തിക്ക ഉമ്മ, ഷുക്കൂറിന്റെ അനുജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷുക്കൂറിന്റെ അനുജൻ ഷഫീഖിനെ ആത്തിക്ക ഉമ്മ പോലീസ് സ്റ്റേഷനകത്തേക്ക് പാഞ്ഞു കയറി. മകനെ വെട്ടി നുറുക്കിയതിനു ശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ നിയമ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തിരുവഞ്ചൂർ മറക്കാനാവാത്ത ഒരു അസാമാന്യമായ ധൈര്യം കാണിച്ച മനുഷ്യൻ. 2 കേസുകളിൽ, ഒന്ന് TP വധക്കേസിൽ, മറ്റൊന്ന് ഷുക്കൂർ കേസിൽ. തിരുവഞ്ചൂർ തന്റെ മന്ത്രിസ്ഥാനം പകുതി വഴിക്ക് വെച്ച് നിർത്തിപ്പോകുന്നതിന്റെ അവസാന സെക്കൻഡിലാണ് ഷുക്കൂർ കേസ് CBIക്ക് വിടുന്നത്. അറിയുമോ നിങ്ങൾ? ഇന്നലെയാണ് ഷുക്കൂർ മരിച്ച ദിവസമല്ല, ഷുക്കൂർ കൊല്ലപ്പെട്ട ദിവസം. എന്നിട്ട് ഷുക്കൂറിനെ കേസ് ഏൽപ്പിച്ച വക്കീൽ ഒരു കോൺഗ്രസുകാരനായിരുന്നു. അയാൾ കൃപേഷിന്റെയും ശരത്ലാലിനെയും ഒറ്റുകൊടുത്ത പോലെ ഈ വക്കീല് സ്വന്തക്കാരൻ എന്ന് പറഞ്ഞ് ഞങ്ങളെയും ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു. അവിടെയും പതറാതെ പിടിച്ചു നിന്നു. അവിടെ എനിക്ക് മറക്കാനാവാത്ത, അത് മാത്രമല്ല, CBI വരുമ്പോ നിങ്ങൾ 118 ഇട്ട കേസിനെ CBI വന്ന സെക്കൻഡിൽ ഇട്ടത് 302 and 120B. കേസിന്റെ ഗതി മാറി. അവിടെ 2-3 പേരുണ്ട്. മരിച്ചുപോയ മർഹൂം മൗലവി സാഹിബ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ മലബാറിലെ മുസ്ലിം ലീഗിന്റെ എംബ്ലമായി ആ തലയിൽ തൊപ്പി വെച്ച് നടന്നിരുന്ന ആ മനുഷ്യൻ, അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നു. KM സൂപ്പി സാഹിബ്, കുഞ്ഞു മുഹമ്മദ് സാഹിബ്, കല്ലായി അബ്ദുറഹിമാൻ സാഹിബ്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കുഞ്ഞു മുഹമ്മദ് സാഹിബും ഉണ്ട്. അവരാണ് ആ കേസിൽ അന്ന് ധൈര്യം തന്ന് കൂടെ നിന്ന് ഒരേപോലെ ഞങ്ങൾ പണം പിരിക്കാൻ തീരുമാനിച്ചു. വലിയ കേസാണ്. പണം പിരിക്കാൻ തീരുമാനിച്ചിട്ട് ആ തീരുമാനത്തിനെ ചലഞ്ച് ചെയ്ത് ഈ പറയുന്ന P. ജയരാജൻ കോടതിയിൽ പോയി. പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ജനങ്ങൾ കൊണ്ടുവന്ന് തന്നു പൈസ. പക്ഷെ മറക്കാൻ നിങ്ങളെല്ലാവരും അറിയണം, സ്നേഹമുള്ളവരെ, ആ ഷുക്കൂറിന്റെ കുടുംബം, ദാരിദ്ര്യമുള്ള കുടുംബം, ഒരു ചെറിയ ഒരു കുടിലിൽ താമസിക്കുന്ന കുടുംബം. ഞങ്ങൾ അവർക്ക് പിരിച്ചു കൊടുത്തത് കോടികളാണ്. ഈ നിമിഷം വരെ 10 റുപ്യ കേസിന്റെ ആവശ്യത്തിനല്ലാതെ അവരിലാരും എടുത്തിട്ടില്ല. ആ കുടുംബം എടുത്തിട്ടില്ല. അവർ കരഞ്ഞു പറയുന്നത്, ഞങ്ങൾക്ക് എന്തിനു പണം? ആത്തിക്ക ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്തിന് പണം? ഞങ്ങളുടെ മോനെ വേണം, മോനെ കൊന്നവരെ വേണം, അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണം. ഇനി ഒരു ഉമ്മയും ഇതുപോലെ കരയരുത് എന്നാണ്. ഇപ്പോഴും 1 റുപ്യ എടുത്തിട്ടില്ല. മറക്കാതെ ആ കേസുകൾക്ക് മുമ്പിൽ ഞാനിവിടെ പറഞ്ഞേ മതിയാവൂ. അഡ്വക്കേറ്റ് ലത്തീഫിനെ പോലെ, കണ്ണൂർ ജില്ല മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ്,
തളിപ്പറമ്പിലെ സുബൈർ, കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി, ഈ ഷുക്കൂറിന്റെ ജ്യേഷ്ഠൻ ദാവൂദ്, ഈ 3 പേർ ആ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ, ഹൈക്കോടതിയിൽ, എന്താണ് CBI കോടതിയിൽ കേസുണ്ട്. വിടുതൽ ഹർജി കൊടുത്തിരിക്കുന്നു പി ജയരാജനും ഈ പറയുന്ന ആരാണ് MLA ആയിരുന്ന രാജേഷും. ഞാൻ ഒരു കാര്യം പറയുന്നു, TPയുടെ കേസ് എങ്ങനെയാണോ രമ കൊണ്ടുപോയത്, ഓരോ ലീഗുകാരനും ആ ബാധ്യതയുണ്ട്. ഷുക്കൂറിനെ കൊന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നേ ആ യുദ്ധം അവസാനിക്കുകയുള്ളൂ. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, അവിടെയാണ് കേസുള്ളത്. അതിന്റെ പുറകിൽ പാർട്ടി പ്രവർത്തകരുമുണ്ട്, ഇപ്പോഴുമുണ്ട്, നിരന്തരം ജാഗ്രതയോടെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. TP ചന്ദ്രശേഖരന്റെ കേസിന്റെ വിധി വരാൻ പോകുന്നു. എങ്ങനെയാണ് വിടുതൽ പരാതി കൊടുത്തു നിങ്ങൾ? ആ വിടുതൽ പരാതി കൊടുത്തിട്ട് പിന്നെയും ശിക്ഷിച്ചു 2 പേരെ. അതിനർത്ഥം എന്താണ്? കേസിലെ കീഴ്ക്കോടതിയുടെ വിധിയിൽ വീഴ്ചയുണ്ടെന്നല്ലേ? അതാണ് പ്രശ്നം. വീഴ്ചകളുണ്ട്. ഈ രാജ്യത്തിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ആ വീഴ്ചകൾ തിരുത്തണം. നിങ്ങൾ ഈ ചന്ദ്രശേഖരന്റെ കേസും ഷുക്കൂറിന്റെ കേസും വരുമ്പോ ഒരു ധീരനായ പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, സുകുമാരൻ, DYSP. നിങ്ങൾ TVയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ആ മനുഷ്യൻ റിട്ടയർ ചെയ്തവരെ CPM-കാരൻ ആകാവുന്ന അത്രയും പീഡിപ്പിച്ചു. ഇന്ന് മനോരമയിൽ വാർത്തയുണ്ട്, അന്ന് കേസ് അന്വേഷിച്ച പലരെയും പീഡിപ്പിച്ചു. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേസിന്റെ ഏതോ ഘട്ടത്തിൽ എവിടെയോ വെച്ച് ഒരു ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് എത്രമേൽ അതിൽ ഇൻവോൾവ് ചെയ്യുക, അത്രമേൽ സ്വതന്ത്രമായാണ് അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നത്. പക്ഷേ എവിടെയോ വെച്ച് ചന്ദ്രശേഖർ കൊലപാതകത്തിലെ ചില മാറിപ്പോകലുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതാണ് മെനഞ്ഞാന്ന് പറഞ്ഞത്. അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ കേസിന്റെ പിറകിൽ മീഡിയക്കാർ പോകട്ടെ. പല ഉദ്യോഗസ്ഥന്മാരെയും അനുഭവിച്ചത് പറഞ്ഞല്ലോ. എന്നാൽ ഗവൺമെന്റിന്റെ ആനുകൂല്യം പറ്റിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ക്യാബിനറ്റിന്റെ ആനുകൂല്യം പറ്റിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ മോഹനൻ മാഷ് എന്ന് പറയുന്ന ആസൂത്രണം നടത്തിയവൻ, കോഴിക്കോട് ജില്ലാ CPM സെക്രട്ടറി, മറ്റൊന്ന് പിണറായി വിജയൻ, അദ്ദേഹം അടക്കം ഈ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ ഇല്ലെന്ന് പറയാൻ എങ്ങനെ കഴിയും? ഞാൻ ചോദിക്കുന്നത്, വളരെ കൃത്യമായി ചന്ദ്രശേഖർ കൊല്ലപ്പെട്ടിട്ടും അവിടെ പോയി ദാക്ഷിണ്യമില്ലാതെ ഇവൻ പുലങ്കുത്തിയാണ് എന്ന് വിളിച്ചു പറഞ്ഞവന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അയാളില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? TPയുടെ കേസും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ കൊലപാതകം, മറ്റൊരു കാര്യമുണ്ട്, കുഞ്ഞനന്ദൻ മരിച്ചു. കുഞ്ഞനന്ദൻ മരിച്ചപ്പോ ഞാൻ പറയട്ടെ, നിങ്ങൾ അതിന്റെ പേരിൽ കൊല്ലാൻ പറ്റുമെങ്കിൽ തൂക്കിക്കൊല്ല്, എനിക്കൊരു ആക്ഷേപമില്ല. പക്ഷെ ഞാൻ പറയുന്നു, കുഞ്ഞനന്ദൻ മരിച്ചത് എങ്ങനെയാ? കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന്. എന്നാൽ കുഞ്ഞനന്ദനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഫസലിനെ കൊന്ന 3 പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവര് കൊന്നുകഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്ത വിധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയുമോ പ്രിയമുള്ള കൊണ്ടോട്ടിക്കാരെ? ചന്ദ്രശേഖർ കൊലയാണ് കൊല്ലേണ്ടത്. പിന്നെ അവരെങ്ങനെ ചന്ദ്രശേഖർ കൊലക്കേസിലെ 1-ാം പ്രതിയൊക്കെ ആവുക? അതൊരു കത്തി 1-ാം പ്രതിയാവുന്ന പോലെയല്ലേ? ബോംബ് 1-ാം പ്രതിയാവുന്ന പോലെയല്ലേ? കൊടുവാള് 1-ാം പ്രതിയാവുന്ന പോലെയല്ലേ? കാരണം പണം കൊടുത്തു വാങ്ങുന്ന ടൂളാണത്. ഏത് പ്രതികൾ? എന്നാൽ അവരാണോ യഥാർത്ഥ പ്രതി? അങ്ങ് അരമനയിലിരുന്ന് ആഹ്വാനം ചെയ്യുന്ന യഥാർത്ഥ പ്രതികളല്ലേ പ്രതികൾ? അതല്ലേ ചെയ്യേണ്ടത്? ഇത് ഇത്രയേറെ അപകടകരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മടിയുമില്ലാതെ കൊലപാതകം നടത്താൻ മരണ വാറണ്ട് പുറപ്പെടുവിക്കുന്നവരെ തടുക്കണം. ഷുക്കൂർ കൊലക്കേസിന് ശേഷവും ചന്ദ്രശേഖർ കൊലക്കേസിന് ശേഷവും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ, കൊലപാതക രാഷ്ട്രീയത്തിൽ വന്ന വ്യതിയാനമുണ്ടെങ്കിൽ പി ജയരാജനെതിരെ നീങ്ങിയ നീക്കവും മോഹനൻ മാഷ് കോഴിക്കോട്ടെ കോടതിയുടെ പ്രതികളുടെ മുറിയിൽ പ്രതികൾ നിൽക്കുന്നിടത്ത് ബോധം കെട്ട് വീണ സംഭവം വരെ എത്തിയപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമോ എന്ന ഭയമാണ് ഈ കൊലപാതകം. അല്ലാതെ CPM നന്നായിട്ടൊന്നല്ല, പേടി കുടുങ്ങിയതാണ്. ആ പേടി കുടുങ്ങാൻ
ഈ മനുഷ്യത്വരഹിതരെ വേട്ടയാടുക തന്നെയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് ശേഷം സംശയമില്ല. ഇത് എന്തു രാഷ്ട്രീയമാണ് സഖാക്കളെ? ഇതിനേക്കാൾ വലിയ ഗുണ്ടകൾ വാണ നാടാണ് ബംഗാൾ. CPM-ന് 1 കിലോമീറ്റർ നടക്കാൻ CPM-ന്റെ ബാരിക്കേഡ് വെച്ചിടത്ത് നിങ്ങൾ ഇല്ലാതെ പോയി, നിങ്ങൾ തകർന്നു പോയി. തകരുന്നത് നിങ്ങളുടെ മനുഷ്യനെ മറക്കുന്ന ഗുണ്ടായുധം കൊണ്ടും അഴിമതിയും കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അഴിമതിയും കൊണ്ടാണ്. ഈ കള്ളത്തരവും ഇതൊക്കെ നിങ്ങൾക്ക് മറയാണ്. കൊണ്ടോട്ടിയിലെ സഖാവിനെ മറക്കുന്നത് എന്താണ്? ലീഗ് വിരോധം പറയാ, ഇടക്കിടക്ക് നിങ്ങൾക്ക് മരുന്ന് തരിക. BJP എന്താ ചെയ്യുന്നത്? അതുപോലെ അതിനുശേഷം 4 ലക്ഷം ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോ 4 ലക്ഷത്തിന്റെ പൊതുകടമാണ് കൊണ്ടോട്ടിക്കാരെ നമുക്കുള്ളത്. നിങ്ങളും ഞാനും കടക്കാരനല്ലേ? അതിനെന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ നിങ്ങള്? നമ്മള് നികുതി കൊടുക്കാത്തത് കൊണ്ടാണ്. ആണോ? ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും നികുതി കൊടുക്കാൻ ബാക്കിയുണ്ടോ? ഇത് കേൾക്കുന്ന സഖാവ് കൊടുക്കാൻ ബാക്കിയുണ്ടോ? ഈ വേദിയിലുള്ള ആരെങ്കിലും? എല്ലാവരും കൊടുത്തിട്ടുണ്ട്. കൊടുക്കാത്തവരാരാന്നറിയോ? നമ്മളെ നാട്ടിലെ വമ്പ മുതലാളിമാര്, കോഴിക്കോട്ടങ്ങാടിലെ കുത്തക മുതലാളിമാര്. അവരെങ്ങനെ കൊടുക്കുക? മുഖ്യമന്ത്രിയും 21 മന്ത്രിമാരും കോഴിക്കോട്ട് AC ബസ്സിൽ വന്നിട്ട് രാവിലെ വരെ വിളിച്ചോണ്ടിട്ട് അയക്കോറ വിളമ്പി കൊടുക്കുക, ചെമ്മീൻ വിളമ്പി കൊടുക്കുക. പിന്നെ ഓരെങ്ങനെ പൈസ തരിക? ഓരെങ്ങനെ പൈസ തരിക? രാജ്യത്തെ സകല കുത്തകളുടെ കയ്യിൽ നിന്നും കിമ്പളം വാങ്ങുന്ന ഈ മുതലാളിമാർക്ക് എങ്ങനെയാ അവർ നികുതി കൊടുക്കുക? നികുതി കൊടുക്കണില്ല. എന്നാൽ നമ്മൾ കൊടുത്ത നികുതിയോ ക്ലിഫ് ഹൗസിൽ പശുവിന്റെ ചാണകം ഉണ്ടാക്കാൻ, ക്ലിഫ് ഹൗസിൽ പശുക്കളുടെ തല്ലാണ്. BJPക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മുഖ്യമന്ത്രി ഒരു നല്ല പശുഭക്തനാണ്. നിങ്ങളങ്ങനത്തെ തെറ്റിദ്ധരിക്കരുത്. പുറത്തൊക്കെ വർത്താനം പറയെങ്കിലും മോദിനെ പോലെ തന്നെ വലിയ പശുഭക്തനാണ്. യഥാർത്ഥത്തിൽ ക്ലിഫ് ഹൗസിന്റെ പേര് മാറ്റി ഫാം ഹൗസ് വെക്കുന്നത് നല്ലത്. അങ്ങനെ ആയിട്ടുണ്ട് പാട്. പശുവിന് ഉറങ്ങാനും മ്യൂസിക് ചെയ്യും. പശുവിന് ഉറങ്ങാൻ നമ്മൾ ഇവരുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഉറങ്ങണം, നമ്മളെ പ്രസംഗം കേട്ട് ഉറങ്ങണം. ഇവരോ പശുവിന് ഉറങ്ങാൻ 10 ലക്ഷം റുപ്യന്റെ മ്യൂസിക്. അവിടെ നീന്തൽ കുളം ഉണ്ടാക്കാൻ 19 ലക്ഷം റുപ്യ. എന്റെ സഹോദരന്മാരെ, ആരോടയിൽ നീന്തുന്നത്? പിണറായി വിജയൻ നീന്തുമോ? അയാൾ ഒരു സ്റ്റെപ്പ് ഇറക്കാൻ വയ്യാഞ്ഞിട്ട് ലിഫ്റ്റുള്ള ബസ്സുമായിട്ടാണ് വന്നത്. അറിയങ്ങൾ ഇവിടത്തേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ആ സ്കൂളിന്റെ മതിലിലൊക്കെ പൊളിച്ചിട്ട് ഇവിടെ വരും. എന്നുവെച്ചാൽ അയാൾക്ക് 2 അടി നടക്കാൻ വയ്യാത്ത ഇയാളാണ് സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നത്. പിന്നെ 50 ലക്ഷത്തിന്റെ സ്വിമ്മിംഗ് പൂളിൽ ആരാണോ നീന്തുന്നത്? മോളും മരുമക്കളൊക്കെയോ? അവർക്ക് നീന്താണ് ഞങ്ങളെ നികുതി പൈസ തരുന്നത്? അവർക്ക് മുങ്ങിക്കുളിക്കാനാണ് ഞങ്ങൾ നികുതി പൈസ തരുന്നത്? നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ? ഒരു ഗവർണർ ഉണ്ട് വേറൊരു സൈഡിൽ. യൂണിവേഴ്സിറ്റികൾക്ക് കോടിക്കണക്കിന് രൂപ കേരളത്തിൽ ലാപ്സായി. ഇന്നത്തെ പത്രങ്ങളുടെ മെയിൻ വാർത്തയാണ്. അയാളാണെങ്കിലും ചക്കിക്കൊത്ത ചങ്കരൻ. ഒന്നിന് അരപ്പിരാന്ത്, ഒന്നിന് മുഴുപ്പിരാന്ത്. മുഖ്യമന്ത്രിക്ക് വിരാന്തിനേക്കാൾ വലിയ വിരാന്ത് ഗവർണർക്ക്. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ കോഴിക്കോടുണ്ട് SM സ്ട്രീറ്റിൽ നിന്നിട്ട് മുട്ടായി വാങ്ങാൻ പോയി, അലുവ വാങ്ങാൻ പോയതാണ്. കുറെ സാധു പോലീസുകാർ തിരിഞ്ഞു കളിക്കാൻ. ശബരിമലയിൽ ആ സമയത്തുണ്ടായ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയില്ല. എന്തൊരു എരപ്പത്തരാടോ നിങ്ങൾ ഈ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പരിഹസിക്കാൻ പാടുണ്ടോ? അവർക്കുള്ള ഒരു ഗുണമില്ല. ഇപ്പൊ സപ്ലൈകോയിൽ ഇന്നത്തെ ഓർഡർ കാര്യങ്ങൾ, സപ്ലൈകോയിൽ സാധനമില്ലാത്തത് ഫോട്ടോ എടുക്കുന്നത് തടയണം. എന്നാലും സാധനം കൊണ്ട് വെക്കാനുള്ള പണിയല്ല. സാധനം ഇല്ലാത്തവർക്ക് സാധനം കൊണ്ട് വെക്കാം. ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുന്നത് എന്തായാലും തടയണം എന്നാണ്. സപ്ലൈകോയിൽ സാധനമില്ല. അപ്പൊ സഖാക്കള് ഈ കമ്മികൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, നോക്കടോ, സപ്ലൈകോയിൽ കൊടുക്കുന്നതിനേക്കാൾ റേറ്റ് മാർക്കറ്റിലില്ലേ? ശരി സഖാവ് ഉണ്ടല്ലോ, അതിനല്ലേ സപ്ലൈകോന്ന് പേര് പറഞ്ഞത്. ചോദ്യം അതല്ല, ഈ മാർക്കറ്റിലെ വില ആരാടോ കൂട്ടിയത്? മാർക്കറ്റിൽ ആരാ കൂട്ടിയത്? അപ്പൊ നിങ്ങൾ പറയും നരേന്ദ്രമോദിയാണ്. അംഗീകരിക്കണു, നരേന്ദ്രമോദി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് കർണാടക പെടൂലേ? തമിഴ്നാട് പെടൂലേ? ആന്ധ്ര പെടൂലേ? അവിടെ അരിക്ക് പൈസ ഇല്ലടോ, പച്ചക്കറിക്ക് പൈസ ഇല്ല, പാലിന് പൈസ ഇല്ല. അവിടെയൊക്കെ ഗവൺമെന്റുകൾ കുറച്ചു കൊടുക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്, വില നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കർണാടക പോയി നോക്ക്, ഡീസലിന് 10 റുപ്യ ലിറ്റർ ബിൽ ലാഭമാണ്. ലിറ്റർ ബിൽ. ഞങ്ങൾ വയനാട്ടുകാർക്കൊക്കെ മെച്ചം എന്താണെന്ന് വെച്ചാൽ കർണാടകയിൽ പോയി ഫുൾ ടാങ്ക് അടിച്ച് നാട്ടിൽ വന്നാലും ആ പോയ പൈസ അടക്കം മുതലാവും. കാര്യം എന്താണ്? ലിറ്ററിന് 10 രൂപ കുറവാണ്. മാഹി പോയാൽ 14 റുപ്യ കുറവാണ്. മാഹി ഇന്ത്യയിലല്ല, കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും കർണാടക ഇന്ത്യയിലല്ല. ഞാൻ പെണ്ണുങ്ങളോടൊക്കെ പറയാറുണ്ട്, വെറുതെ ഈ കേരളത്തിൽ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? തമിഴ്നാട്ടിലെ കർണാടകയിലെ പോയാൽ മതി. ഭർത്താവിനോട് തെറ്റിയാൽ രാവിലെ നേരെ കയറി ബസ് കുത്തിർക്കുക, അങ്ങനെ പോവുക. വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവിന്റെ ചൂടൊക്കെ ഇറങ്ങുമ്പോൾ ഇറങ്ങി വന്നാൽ മതി. കാര്യം തന്നെ ബസ്സിന് പൈസ ഇല്ല, ഫ്രീ ആണ്. ഒരു വിഷമണ്ടേ ബസ് കയറി കുത്തിർക്കുക. അങ്ങനെ ലോകമൊക്കെ കാണുമ്പോൾ ഒരു വിഷമാനസിന് ഒരു സമ്മാനം കിട്ടും, ഇറങ്ങി പോയാൽ മതി. ഈ ഉണക്ക നാട്ടിൽ എന്തിനാണ് മൊരക്കന്മാര് ഭരിക്കണ? നാട്ടിൽ നിന്ന് സമയം കളയുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തൊരു ഭരണാടോ ഇത്?
എന്തൊരു ഭരണമാണ് മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ ഇത്രയേറെ ബുദ്ധിമുട്ട്. എന്നിട്ട് നിങ്ങൾ അറിയപ്പോ നവകേരള സദസ്സ് കഴിഞ്ഞു, കൊണ്ടോട്ടിയിൽ എന്തൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ, അപേക്ഷ കുറെ കൊടുത്തല്ലോ. ആരാ അപേക്ഷയാണോ പരിഹരിച്ചത്? പോട്ടെ, ഇപ്പൊ എന്താ പരിപാടികള്? ലക്ഷങ്ങൾ മുടങ്ങി, 12-ൽ 10 ലക്ഷം കോഴിക്കോട്. മുഖ്യമന്ത്രി ചെറുപ്പക്കാരുമായി സംവദിക്കുന്നു, അടുത്ത തലവാക്കലാണ്. എന്നിട്ട് മുഖ്യമന്ത്രി ചെറുപ്പക്കാരായിട്ട് സംവദിക്കുക. ആര്? നമ്മളെ മുഖ്യമന്ത്രിയല്ലേ, മാറ്റിയിട്ടൊന്നുമില്ലല്ലോ, ഉപരനല്ലേ. ഇന്നലെ ബേസിൽ ജോസ് എന്ന് പറയുന്ന നമ്മുടെ സംവിധായകൻ നടനായിട്ടുള്ള ആളുണ്ട്. അവൻ ഇന്നലെ തിരുവനന്തപുരത്തിൽ ചോദിക്കുകയാണ് മുഖ്യമന്ത്രിയോട്, ഞാനൊക്കെ SFI ആയി നടക്കണം, എന്താണ് SFI എന്ന് പറഞ്ഞിട്ടില്ല, കോളേജിൽ രാഷ്ട്രീയമായി നടക്കുന്ന സമയത്ത് എന്നോട് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും പറയും രാഷ്ട്രീയത്തിൽ പോരുത്. അതെന്താ? ബേസിൽ ജോസ് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിനെ ട്രോൾ ചെയ്താണ്. അപ്പൊ മുഖ്യമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ടായിട്ട് പോറ്റക്കാരൻ, എനിക്ക് വിവരമില്ലേ, ഇതിലല്ലേ വരേണ്ടത്. ഇനി കണ്ടില്ല, എന്റെ മോളെ പഠിപ്പിച്ചത് എവിടെയാണ്? മോളിപ്പോ കമ്പനി തുടങ്ങിയ കാനഡയിലാണ്. എന്റെ മോനൊക്കെ എത്ര കോടികളാണ് വരുമാനമുള്ളത്. രാഷ്ട്രീയത്തിൽ വന്നാൽ ഈ മെച്ചമൊക്കെ ഉണ്ടാവുന്ന മൂപ്പര് മനസ്സ് പറയുണ്ടാവുക. എന്നിട്ട് മൂപ്പര് പറയാണ് ഇവരോട്, ബേസിൽ ജോസിനോട്, രാഷ്ട്രീയത്തിൽ കാണുന്നവരൊക്കെ വളരെ മോശമാണ്, അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. അത് പറയേണ്ടയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യന്റെ നന്മകളെ നിരാകരിക്കുന്ന, അപകടപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിൽ സ്വത്വബോധത്തോടെ, അവനവന്റെ രാഷ്ട്രീയ ബോധത്തോടെ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുകയാണ് അനിവാര്യമായ രാഷ്ട്രീയ മാറ്റം എന്ന് വിചാരിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നിർത്തുന്നു.